ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ഓഫ് സഹീൽ. ഓക്കെ, സോ 75 ഡേയ്സ് ഹാർഡ് ചാലഞ്ച് ഡേ 15 ആണ് കേട്ടോ. സീനായിട്ട് പോകണ്ട നമ്മൾ. ഇനി 60 ഡേയ്സും കൂടെ ഉള്ളൂ. ഓക്കെ, സെറ്റാക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കൂല. ഇനി വിട്ടുകൊടുക്കൂല. എത്ര ദിവസമായി? ഓക്കെ, അപ്പം ഞാൻ രാവിലെ നേരത്തെ 6:30 കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നടക്കാൻ ഉടനെ നേരത്തെ പോകാമെന്ന്. ഓക്കെ, അതുകൊണ്ടല്ല, എനിക്കിന്ന് വൈകുന്നേരം കുറച്ച് പണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാരണം കൊണ്ട് നമുക്ക് രാവിലെ പോവാം. അപ്പോൾ നടക്കാൻ പോകണം. അതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ജിമ്മിൽ പോവാം. ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ നടക്കാറിങ്ങിക്കണ്ട കുറച്ച് ടൈം. ഞാൻ ഇന്ന് രാവിലെ ആക്കില്ല ജിമ്മും നടക്കല്ലോ, കാരണം വൈകുന്നേരം നമുക്ക് പള്ളി ക്ലീൻ ചെയ്യാൻ പോകാം. അപ്പോൾ ഇതെല്ലാം വൈകുന്നേരം ശരിയാവില്ല. നമ്മൾ ഫെയിലാവും ചാലഞ്ച്. പക്ഷെ നമുക്ക് ഫെയിലാകാൻ പറ്റില്ലല്ലോ. ഫെയിലാകാനല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാം രാവിലത്തേക്ക് അതിന്ന് നടക്കാൻ പോയിട്ട് ജിമ്മിൽ പോകണം കുറച്ച് കഴിയുമ്പോൾ. അതൊക്കെയാണ് പ്ലാൻ. ഞാൻ പോയിട്ട് വരാം. നല്ല രസമുണ്ട് ഇവിടെ. എനിക്ക് ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സോ വർക്കൗട്ട് ചെയ്യട്ടെ. ഓക്കെ, എല്ലാം ചെയ്ത് സമയം പോയിക്ക് 10:50 55 നല്ല വർക്കൗട്ട് ആയിരുന്നു. 9:45 തന്നെ. ഇപ്പോൾ ഇത്ര സമയം ഞാൻ വർക്കൗട്ട് ചെയ്ത് കയറുന്നു. സീൻ സാധനം കേട്ടാ അല്ലേ, വൈബ് വരുന്നേ. അപ്പോൾ ഞാൻ തിരിച്ചു പോട്ടെ, വീട്ടിൽ പൊളിച്ച് റെഡിയാണോ? ഓക്കെ, സെറ്റ് ആവട്ടെ. പുറത്തൊക്കെ പോയി വെച്ചേക്ക് അതാണ്ട് വീഡിയോസ് എടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ പുറത്തേക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വീട്ടിലെത്തി. ഇവിടെ കുറച്ച് എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ശേഷം ഇപ്പോൾ ബുക്ക് കഴിക്കാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സമയം ഏകദേശം 4:30. അപ്പോൾ എനിക്ക് പള്ളി ക്ലീൻ ചെയ്യാൻ പോകണം. കാരണം മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ പള്ളി ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരം പള്ളി ക്ലീൻ ചെയ്യാൻ പോകണം. സോ അവിടുത്തെ വിഷ്വൽസ് ഞാൻ എടുക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണാം. ഓക്കെ, പള്ളി ക്ലീൻ ചെയ്യാൻ വന്നാണ് കേട്ടോ. പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല. ഞാൻ എല്ലാത്തിനടുത്ത് 4:30 വരാൻ പറഞ്ഞാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആരും ഇല്ല കേസ്. ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണത്. അതാണ്ട് ബുക്ക് വായിക്കാണ്ട് പോകണ്ട. ഞാൻ പള്ളിയിലൊക്കെ പോയി മകത്ത് നിസ്കരിച്ച് വന്ന് ആരും വന്നിട്ടില്ല ഇതുവരെ ആയിട്ടും. ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ അവിടെ. ചില പിള്ളേരെ വിളിക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് അവരെ കാണാനില്ല. ഫുൾ സീനായിരുന്നു. ആരും വന്നിട്ടില്ല. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോകുമെന്ന് പറയുന്നുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. പോകുമ്പോൾ പോവാം. ഓക്കെ, അവർ വരുമ്പോൾ വരട്ടെ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ ഞാൻ പോവും. അല്ലെങ്കിൽ ഇവിടുത്തെ ബുക്ക് വായിക്കും, സെറ്റാക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ വേറെ ചെയ്യാനില്ല. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നാട്ടിൽ നല്ലത് ചെയ്യണല്ലേ. നല്ല സംഭവമല്ലേ. അപ്പോൾ എന്തായാലും ബുക്ക് വൈസ് തരാം. ഡേ 16 ബുക്ക് വൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സംഭവം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ 10 പുഷപ്പ് എടുക്കണം. അതും കൂടെ ഉള്ളു. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ടിലുള്ള കൂടി ഉണ്ട്. കുറിച്ച് പിന്നെ സീനില്ല. ഓക്കെ, ഞാൻ പുഷപ്പ് എടുക്കാം. പക്ഷേ നമ്മുടെ 45 മിനിറ്റ്സ് ഇൻഡോർ കഴിഞ്ഞിട്ടുണ്ട്. ഔട്ട്ഡോറും കഴിഞ്ഞ് 1 കാര്യം കഴിഞ്ഞ് ഹെൽത്തി ആയിരുന്നു. 10 പേജ് വായിച്ച് കഴിഞ്ഞ് പിക്ചർ എടുക്കാനുണ്ട്. പുഷപ്പ് കഴിഞ്ഞ് ഡെയിലി വ്ലോഗ് കഴിഞ്ഞിട്ടാ. പിക്ചറും കൂടെ ഉള്ളു. ഞാൻ രാത്രി എടുക്കും. അപ്പോൾ അതും കഴിഞ്ഞ് ഫുഡ് സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 75 ഡേയ്സ് ഹാർഡ് ചാലഞ്ച് ഡേ 16 സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ടാ. ഓക്കെ, സെറ്റായിരുന്നു. വൈബായിരുന്നു. ഓക്കെ, അടിപൊളിയായിട്ട് പോയത്. നമ്മൾ 16 വരെ കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു ക്വാർട്ടർ ബാങ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേ ഉണ്ട്. എല്ലാം സെറ്റാക്കും. നോ വറീസ്. ഓക്കെ, സെറ്റാക്കും നമ്മൾ. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ബിസി ഡേ ആയിരുന്നു. അപ്പോൾ നാളെയും കുറച്ച് സ്കൂളിലൊക്കെ പോകാൻ സ്പ്രെഡിങ് ആയാലൊക്കെ ഉണ്ട്. രാവിലെ തന്നെ അതിൻ്റെ ബ്ലോഗും വരും. ഓക്കെ, സോ വേറൊന്നും പറയാൻ നാളെ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്. ബൈ.